السلام عليكم ورحمة الله تعالى وبركاته. عن عائشة رضي الله عنها أنها سألت رسول الله صلى الله عليه وسلم عن الطاعون فأخبرها أنه كان عذابا يبعثه الله تعالى على من يشاء فجعله الله تعالى رحمة للمؤمنين فليس من عبد يقع في الطاعون فيمكث في بلده صابرا محتسبا يعلم أنه لا يصيبه إلا ما كتب الله له إلا كان له مثل أجر شهيد رواه البخاري. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ടുള്ളതായ ഹദീസാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, സഅലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിത്വാഊൻ, ഫ്ലാഗ് രോഗത്തിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്, ചോദിക്കുകയാണ്. രോഗങ്ങൾ ഈ കാലഘട്ടത്തിലും പടർന്നു കിടക്കുകയാണ്. രോഗങ്ങൾ അധികരിച്ചതായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ലോകമാകെ പരന്നുകൊണ്ടിരിക്കുന്നതായ രോഗമാണല്ലോ പ്ലേഗ് രോഗം എന്നുള്ളത്. അതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ ഫഅഖ്ബറഹാ, ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി നൽകുകയാണ്, അന്നഹു കാന അദാബൻ, അത് ഒരു ശിക്ഷയാണ്, യബ്അസുല്ലാഹു തആല അലാ മൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിച്ചതായ ചിലർക്ക് മാത്രമേ അല്ലാഹു തആല അത് നൽകുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ശിക്ഷയാണ് പ്ലേഗ് രോഗം എന്ന് പറഞ്ഞാൽ. ആ രോഗം അത് അല്ലാഹുവിൻ്റെ വക്കൽ നിന്ന് ജനങ്ങൾക്ക് ശിക്ഷയായി നൽകുന്നതായ ഒരു സംഗതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ഫജഅലഹു തആല റഹ്മത്തുൽ ലിൽ ആലമീൻ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്ലേഗ് രോഗത്തിന് ഫജഅലഹു തആല, അല്ലാഹു തആല ആ പ്ലേഗ് രോഗത്തിനാക്കിയിരിക്കുന്നത് റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ്. ലോകത്തുള്ളതായ മുഅ്മിനീങ്ങളായ ജനങ്ങൾ അവർക്കൊരു കാരുണ്യമായിട്ടാണ് ഈ പ്ലേഗ് രോഗത്തിന് അല്ലാഹു തആല ആക്കി വെച്ചിരിക്കുന്നത്. ഫലൈസ മിൻ അബ്ദിൻ യഖഉ ഫിത്താഊൻ, ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ഒരു അടിമ ആ പ്ലേഗ് രോഗത്തിൽ വീണുപോയിട്ടില്ല. എന്നാൽ ഫയംകുസു ഫീ ബലദിഹി, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം താമസിച്ചു കൊള്ളട്ടെ, സാബിറൻ മുഹ്തസിബാ, നല്ല ക്ഷമിക്കുന്നവനായ നിലയിലും അതേപോലെ തന്നെ കൂലിയെ ആഗ്രഹിച്ചവനായ നിലയിലും താമസിച്ചു കൊള്ളട്ടെ. യഅലമു, അറിയണം, അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുള്ളതായ ചിലർക്കല്ലാതെ ലഭിക്കുകയില്ല. ഇല്ലാ കാന ലഹു മിസ്ല അജ്ർ ഷഹീദ്, രക്തസാക്ഷിയുടെ പ്രതിഫലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? രോഗങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിക്കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമായി നമ്മൾ കാണുകയും അതിൽ ക്ഷമിക്കുകയും കൂലിയെ പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. രോഗങ്ങളെ അതിൽ ക്ഷമിച്ചുകൊണ്ട് വേദന അനുഭവിക്കുന്ന കാലത്തോളം നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു പോയതായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതിനൊക്കെ ഈ രോഗത്തിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു തആല മാഫ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ക്ഷമിക്കുകയും ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്യാൻ, കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.